ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ശങ്കരനാരായണനും മകൻ ശ്രീകാന്തും കൂടി വണ്ടിയിൽ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേദയുടെ വീട്ടിൽ വന്നിട്ട് വേദയുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ട് ആളിങ്ങനെ വിഷമിച്ചിരിക്കുക. ആ സമയമാണെങ്കിൽ എന്നാലും അച്ഛാ, വേദ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? എടാ മോനെ, നമ്മൾ അവളുടെ ആ ഒരു കല്യാണത്തിന് ശേഷം അവളെ വിധവയാക്കിയിട്ടുള്ള ഒരു ചടങ്ങ് നടത്തിയില്ലേ? ആ സമയത്ത് നമ്മൾ എന്തോ ഒരു തീരുമാനം എടുത്തായിരുന്നു എന്നും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവളിപ്പം ആ വിക്രത്തിനോടൊപ്പം താമസിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതെന്നും അല്ലേ അവൾ പറഞ്ഞത്. അങ്ങനെ തന്നെയാച്ചാ എനിക്കും തോന്നുന്നത്. എന്തായാലും നമ്മുടെ വേദ എന്നെക്കാട്ടിലും വലിയ കാര്യത്തിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അവളുണ്ടല്ലോ, ശരിക്കും ഓരോ കാര്യങ്ങളും ആലോചിച്ചും കണ്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അച്ഛാ, അതൊക്കെ അവളുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കില്ലെന്ന് ശ്രീകാന്ത് പറയുക. ഈ സമയമാണെങ്കിൽ ജഡ്ജ് പറഞ്ഞു, അതിന് നമ്മൾ അവളുടെ തീരുമാനത്തിനനുസരിച്ച് അവളെ ജീവിക്കാൻ അനുവദിച്ചെങ്കിലല്ലേ ആ ഒരു വിഷയം വരുള്ളൂ. നമ്മുടെ വേദ നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോനെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങെന്നും പറഞ്ഞ് ശങ്കരനാരായണൻ ഇങ്ങനെ സംസാരിച്ചു. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. അപ്പം വേദ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ഈശ്വര, ഇന്നതാ വേറൊരു ദിവസം കൂടി വരിക, എൻ്റെ അച്ഛനെ കാണാൻ പറ്റി, അത് തന്നെ വലിയൊരു സന്തോഷം. പിന്നെ എനിക്ക് ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവരാരും ഈ വീട്ടിലൊരംഗമായിട്ട് എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ വേദ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പം നമ്മുടെ കമലയുടെ അടുത്തേക്ക് ശ്രീജ വന്നു. അമ്മ ഭക്ഷണം കഴിച്ചാലോ? മോളെ, എങ്ങനെയാണ് മോളെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ വീട്ടിൽ വേദയുണ്ട്. വേദ നമ്മുടെ വീട്ടിലൊരു അംഗമല്ല എന്നുള്ള രീതിയിൽ പെരുമാറാനൊക്കെയാണ് അച്ഛൻ പറഞ്ഞതെങ്കിലും അവൾ ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കണം. അവൾക്ക് വേണ്ടുന്ന ഫുഡുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അതിനെ ഇവിടെ അവളോ അവളുടെ കെട്ടിയനോ ഒന്നും വാങ്ങി വെച്ച സാധനങ്ങളൊന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് വരിക. അപ്പോൾ വേദ ഇതൊക്കെ കേട്ടിട്ട്, എനിക്കൊന്നും വേണ്ട ഏട്ടത്തി, എനിക്ക് വിശപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരമാവധി അവൾ ഒഴിവാകാൻ നോക്കുന്ന സമയം നമ്മുടെ ശ്രീജ പറഞ്ഞു, മോളെ ഇത്തിരി എന്തെങ്കിലും കഴിക്ക്, നീ കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ അമ്മ കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം, അതിന് നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവൂന്ന് നമ്മുടെ നന്ദിനി വന്നിട്ട് വേദയെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുക. ഏട്ടത്തി പറഞ്ഞത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ചേട്ടത്തി പറഞ്ഞത് ശരി തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് വരെ അടുക്കള കയറി ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യും. അതൊക്കെ നിങ്ങൾ എന്തായാലും ഇന്ന് മനസ്സിലാക്കും. അച്ഛനും ഏട്ടത്തിമാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തായാലും ഈ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഭക്ഷണം ഉണ്ടാക്കരുതെന്നാണ്. എന്തായാലും അതിനുള്ള ഒരു മാർഗം ഞാൻ തന്നെ കണ്ടെത്താമെന്ന് പറഞ്ഞു. വേദ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് കേട്ടോ. വിക്രം ഒരു പാർട്ടി നേതാവിന് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അങ്ങേരുടെ കുറച്ച് ഗുണ്ടകളും കൂടി ചേർന്ന് ഒരു നേതാവിനെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ട് അയാൾ വരിക, നമ്മുടെ വിക്രം വന്ന പാടെ തന്നെ ചോദിച്ചു, അല്ല ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഇതെന്തിനാ ഇവനെ തല്ലുന്നത്? എടാ, നീ കുറച്ച് നാൾ നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചു, പക്ഷേ നീ ആ കാര്യത്തിൽ എന്തൊക്കെയോ വീഴ്ച വരുത്തിയിട്ടുണ്ടല്ലോ വിക്രമെന്ന് ചോദിച്ച് ആ നേതാവാണെങ്കിൽ വിക്രത്തിനോട് സംസാരിച്ചു. അപ്പോൾ ആ സമയം വിക്രം പറഞ്ഞു, അതെ, എനിക്ക് ചില പറ്റുകളൊക്കെ പറ്റി. ഞാൻ അറിഞ്ഞു നീ ഒന്ന് കല്യാണം കഴിച്ച കാര്യമൊക്കെ. എന്തായാലും അതൊക്കെ സംഭവിച്ചു പോയെന്നേ. അത് ഒരു വാശിപ്പുറത്ത് നടന്നതാണെന്നും പറഞ്ഞ് അന്ന് ക്ഷേത്രത്തിൽ വെച്ച് വേദയുടെ കഴുത്തിൽ താലി കെട്ടാനുണ്ടായ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ അവിടെ നിന്ന് വിവരിക്കുക. എന്തായാലും നമ്മുടെ രീതി അനുസരിച്ച് ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അവൾ നിൻ്റെ ഭാര്യയായിരിക്കും. എന്തായാലും അന്നത്തെ ആ സംഭവത്തിന് ശേഷം എൻ്റെ പൊന്നു വിക്രം, നീ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുക അങ്ങേര്. ഈ സമയം അല്ല, സാറ് പറഞ്ഞില്ലല്ലോ എന്തിനാ അവനെ തല്ലിയതെന്ന്. അവൻ നമ്മുടെ പാർട്ടി മാറി ചില കളികൾ കളിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത, അതുകൊണ്ട് അവനോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അവന് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും പോയി അപ്പുറത്തെ പാർട്ടിക്കാർക്ക് ഒറ്റ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്, ആ സംശയത്തിൻ്റെ പുറത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് നമ്മുടെ വിക്രം പോരുക. ഈ സമയമാണെങ്കിൽ വേദയാണെങ്കിലും മുറ്റത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അതിലേക്കൂടെ ഒരു പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ചേച്ചി പച്ചക്കറി വേണമെന്നൊക്കെ ചോദിച്ച് ഒരു ഉന്തുവണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയമാണെങ്കിൽ വേദ പറഞ്ഞു, അതേ ചേച്ചി പോവല്ലേ, അവിടെ ഒന്ന് നിൽക്കണം കേട്ടോ.
എനിക്ക് കുറച്ച് പച്ചക്കറി വേണമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഓടിയങ്ങ് ചെന്നു. അതിനുശേഷം മോൾക്ക് എന്താ വേണ്ടത്? മോളെ, ഇവിടെ വിക്രം ഒരു പെണ്ണിനെ കൊണ്ടുവന്നല്ലോ, ആ പെണ്ണാണോ മോളെന്ന് ചോദിച്ചു. അത് ഞാൻ തന്നെയാ മോളെ. വിക്രം എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല തനി തങ്കമാണ്. അവൻ്റെ കാരുണ്യം കൊണ്ടാണ് മോളെ ഞാനിന്ന് ഈ രീതിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്ത് നടക്കുന്നത്. അങ്ങനെയൊക്കെ വലിയ കാര്യത്തിന് നമ്മുടെ വിക്രത്തെക്കുറിച്ച് ആ ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ വേദയ്ക്കാണെങ്കിലോ വിക്രം അത്ര നല്ലവനൊന്നും അല്ല എന്നുള്ള രീതിയിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഈ സമയമാണെങ്കിൽ മോൾക്ക് എന്തൊക്കെ പച്ചക്കറിയാണ് വേണ്ടത്? പച്ചക്കറിയെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് വേദം ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഞാൻ എന്ത് വാങ്ങി ഉണ്ടാക്കാനാണ്? ഒരു സാധനം ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തുമില്ല. വലിയ തട്ടലങ്ങ് തട്ടുകയും ചെയ്തു. എന്തായാലും ചേച്ചി അവിയലിനുള്ള പച്ചക്കറികളൊക്കെ താന്നു പറഞ്ഞു. അങ്ങനെ അവൾ പൈസയൊക്കെ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. അതിനുശേഷം വീട്ടിലേക്ക് കയറി വരുമ്പം കൊള്ളാലോ, ഇതൊരു പച്ചക്കറി കട തന്നെ ഉണ്ടല്ലോ എന്ന് നന്ദിനി കളിയാക്കിക്കൊണ്ട് പറയുക. അതെ, എനിക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയുമെന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. പിന്നെ അമ്മയും ചേച്ചിയും കൂടി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. കുറച്ച് സാധനങ്ങൾ എനിക്ക് കടമായിട്ട് തരണം. അല്ല, ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങൾ എണ്ണയും പൊടികളും ഒക്കെ വേണമെന്ന് നിനക്കറിയത്തില്ലേ എന്ന് ചോദിച്ച് നന്ദിനി നമ്മുടെ വേദയെ കളിയാക്കുക. അയ്യോ, എനിക്കറിയത്തില്ലായിരുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യ്, എനിക്ക് കുറച്ച് പൊടികൾ താന്നു പറഞ്ഞു. ഈ സമയം കമല പറഞ്ഞു, മോളെ ശ്രീജെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വേദ അടുക്കളയിലേക്ക് കയറുകയാണ് ഗൈസ്. അപ്പം അടുക്കളയിലെത്തിയതും ദൈവമേ ഞാൻ ഇനി എന്നെ ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം കമലയാണെങ്കിൽ അവിടെ ഉമ്മറത്തിരുന്നുകൊണ്ട് വിളക്കുകളൊക്കെ തുടയ്ക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ വേദ പതുക്കെ ഒരു സവോള എടുത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ വെള്ളക്കായൊക്കെ വെച്ച് കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. നന്ദിനിയാണെങ്കിൽ ന്യൂസ് പിടിക്കാനായിട്ട് ആ വാതലിൻ്റെ മറയിൽ വന്ന് നിന്നതും നമ്മുടെ വേദയുടെ കയ്യിലിരുന്ന സവോള തെറ്റി നന്ദിനിയുടെ തലമുണ്ടയ്ക്ക് വീഴുക. അയ്യോ, എൻ്റെ തല പോയേന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു പിടിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയം ഇപ്പം മനസ്സിലായല്ലോ, ആരെന്ത് സംസാരിച്ചാലും അവിടെ പോയി ഒളിഞ്ഞു നിൽക്കുന്ന സ്വഭാവം അതത്ര നല്ലതല്ലാന്ന് നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. അങ്ങനെ വേദ എന്തൊക്കെയോ തട്ടിക്കൂട്ട് യൂട്യൂബൊക്കെ നോക്കി റൈസ് പുലാവും അതുപോലെയുള്ള വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവൾ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ശങ്കരനാരായണനെ കാണിക്കുക. അച്ഛനും വന്ന് ശശിയായി വന്നിരിക്കുന്നത് കാണുന്ന സമയത്ത് പത്മമാണെങ്കിൽ നിന്ന് കരയുക. എൻ്റെ മോൾക്ക് എന്തോ ചില പേടി തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശങ്കരേട്ട നിങ്ങൾ പോയി വിളിച്ചിട്ടെങ്കിലും എൻ്റെ മോള് വരേണ്ടതല്ലേ? എന്തായാലും എൻ്റെ മോളെ അവൻ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് തന്നെയാണ്. എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പത്മം സങ്കടമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം വെജിറ്റബിൾ പുലാവും അതുപോലെ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുക്കറൊക്കെ പതുക്കെ അടച്ചു വെച്ചിട്ട് നമ്മുടെ വേദയാണെങ്കിൽ അപ്പുറത്ത് അമ്മയും ഏട്ടത്തിമാരും കൂടി വിളക്ക് തുടക്കുന്ന അടുത്തേക്ക് പോയിരിക്കാൻ തുടങ്ങുക. എന്തായാലും ഇവള് വലിയ പുള്ളിയാണെന്നുള്ള രീതിയിലാണ് പാചക പരീക്ഷണമൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക്